പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനേറ വേൾഡ് മാർക്കറ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ലുലു മാളിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിനോടനുബന്ധിച്ച് ഒരു മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു മാർക്കറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പേര് എന്താണ്, അക്വാ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ എന്നാണ് പേരിട്ടിട്ടുള്ളത്. ടിക്കറ്റാണ് നമുക്ക് അകത്ത് പ്രവേശനം 120 രൂപയാണ്. നമുക്ക് അകത്ത് കയറാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് കയറാൻ സൗജന്യമാണ്. അപ്പോൾ 120 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടൈം വരുന്നത് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 10 മണിയാണ്. അതായത് പ്രത്യേകിച്ച് ഹോളിഡേയ്സിൽ രാവിലെ 11 മണി തൊട്ട് രാത്രി 10 മണി വരെ വർക്കിംഗ് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. സാധാരണ മേളയിൽ കാണുന്ന എല്ലാ റൈഡുകളുണ്ട്, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ റൈഡുകളുണ്ട്, മെയിനായിട്ടുള്ള റൈഡുകളുണ്ട്. പിന്നെ ഫുഡ് കോർട്ടുണ്ട്. അല്ലാതെ നമുക്ക് പർച്ചേസിംഗ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, പർച്ചേസിംഗ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഒത്തിരി വെറൈറ്റി ഫുഡുകൾ കഴിക്കാം. അതുകൊണ്ട് പിന്നെ മെയിൻ അക്വേറിയമാണ്. അക്വേറിയം അതായത് അണ്ടർ വാട്ടർ ടണൽ. നമ്മൾ ഫുൾ സൈഡ് കവർ ചെയ്തിരിക്കുന്നത് പോലെ നമ്മൾ ഒരു കടലിനകത്തൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ടണൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പെറ്റ് ഉണ്ട്, പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മേള, അതുകൊണ്ട് ഇപ്പോൾ തിരക്ക് കുറവാണ്. അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ എല്ലാവരും ഒന്ന് സ്വീകരിക്കുക. ലുലു മാളിനടുത്ത് വേൾഡ് മാർക്കറ്റിനകത്താണ് ഈ ഒരു മേള സെറ്റ് ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബും അതുപോലെ കലാ ട്രസ്റ്റും കൂടെ ചേർന്നിട്ടാണ് കടലോളം ഓണം അനന്തപുരിയിൽ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നടത്തുന്നത്. മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് ഈ അണ്ടർ വാട്ടർ ടണലാണ്. ഒരു കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന, അതായത് നമ്മുടെ ചുറ്റും അത് മുകളിലും 2 സൈഡിലായിട്ടും കടലിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരുപാട് മീനുകളൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു വ്യൂ ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഉള്ളതുകൊണ്ട് ടിക്കറ്റ് മുഖേനയാണ് നമുക്ക് ഇതിനകത്ത് കയറാൻ സാധിക്കുക. 120 രൂപയാണ് ടിക്കറ്റ്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 വരെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ഡേറ്റ് വരുന്നത്. സമയക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അവധി ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയും മറ്റ് ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടുത്തെ സമയക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും മറൈൻ മിറാക്കിൾ അണ്ടർ വാട്ടർ അക്വാ ടണലിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അകത്തെ വിശേഷങ്ങൾ മുഴുവനായിട്ട് കണ്ട് തിരിച്ചു വരാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ള എല്ലാവരും ഉണ്ട്. എന്തായാലും അകത്തോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം കേട്ടോ. വാഹനങ്ങളുടെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ക്യാഷും അല്ലെങ്കിൽ ജിപേയും ഇവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ടാങ്കുകൾ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടാങ്കുകളുണ്ട് നമുക്ക് വിശാലമായിട്ട് നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ഓടിപ്പോകാൻ വേണ്ടിയിട്ടല്ല, വന്ന് നിന്ന് നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന മീനുകളല്ലാണ്ട് അവർക്ക് എന്താണ് വ്യത്യാസം, കളറ്, രൂപം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ നേരമൊക്കെ നിന്ന് നോക്കി കാണുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തുടങ്ങി ഒരുപാട് മത്സ്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അണ്ടർ വാട്ടർ ടണലിലേക്ക് പോകുന്നത്. അതായത് 3 സൈഡ്, നമ്മുടെ 2 സൈഡും മുകളിലും ഇങ്ങനെ ഒരു ടാങ്ക് അല്ലെങ്കിൽ കടലിൻ്റെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഒരുപാട് മത്സ്യങ്ങളുണ്ട്. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, കൊള്ളാം. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അത് ഉറപ്പായിട്ടും വന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഈ മേള സ്റ്റാർട്ട് ചെയ്തിപ്പോൾ 1-2 ദിവസമേ ആകുന്നുള്ളൂ. അത്യാവശ്യം തിരക്ക് ഇപ്പോഴും തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. അണ്ടർ വാട്ടർ ടണൽ കഴിഞ്ഞ് വരുന്നത് നമ്മുടെ മെയിൻ മേളയിലേക്കാണ്. മേളയിൽ നമ്മൾ എല്ലാ മേളകളും കാണുന്നത് പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും ഫുഡ് കോർട്ടുകളും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെടുത്ത് പറയാമെന്നുള്ളത് അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, പിന്നെ ഇടയ്ക്ക് തന്നെ പെറ്റ് ഷോ ഉണ്ട്. അതും ടിക്കറ്റാണ്. പെറ്റ് ഷോ ഉണ്ട്, അത് അടിപൊളിയാണ്. കുറച്ച് വീഡിയോ ഒക്കെ നമ്മളിതിൽ എടുത്തിട്ടുണ്ട്. പെറ്റ് ഷോ ഉണ്ട്, അതുപോലെ സെൽഫി കോൺടെസ്റ്റ് ഉണ്ട്, ഫുഡ് ഫെസ്റ്റിവൽ, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് ഫെസ്റ്റിവലുണ്ട്, അതുപോലെ തന്നെ കുറേ എൻ്റർടൈൻമെൻറ്റ്സ്, പിന്നെ ഇവിടെ തന്നെ റീൽ കോൺടെസ്റ്റ് അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും നമ്മുടെ ആനേറ നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലും കൂടെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ യാത്രകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇതും ഒരു യാത്രയുടെ ഭാഗമാണ്. നമ്മൾ ഫാമിലിയായിട്ട് പോയൊരു യാത്ര തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ചാനലിൽ കൂടെ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.